ഇപ്പൊ ക്യാമറ ഓണാക്കിക്ക. പൊന്നാര മക്കളെ സലാം പറയുന്നിട്ടോ. അത് തന്നെ പുല്ല് നമ്മളെ പോത്തുകുട്ടി ഇതാക്കണ അവിടെ നിൽക്കണുണ്ട്. ഓരോ പുല്ലെടുത്തത് അന്നലെ കാക്കു അരിഞ്ഞ് അവിടെ കൊടുന്ന് വെച്ചേക്കണ്. അപ്പൊ ഇന്നിപ്പോ ഇപ്പാന്റെ ഓപ്പറേഷൻ ആണ് കാലിന്റെ കേട്ടോ. കാക്കുവിന്റെ ഇപ്പാന്റെ ഓപ്പറേഷത്തിന് പോയതാണ് കാക്കു. അപ്പൊ അതിന്റെ അടിയിൽ ഇയാളെ ആ പുല്ലെടുത്ത് കൊടുക്കാനും വേണ്ടി ഇന്നലെ കൊടുന്ന് വെച്ചാൽ പുല്ലാണ്. രാവിലെ ലേസം പുല്ല് അവന് കൊടുത്തിക്കണ് കേട്ടോ. ഞാന് കഞ്ഞിവെള്ളം കൊടുത്തു. ഇനിയിപ്പോ ഉച്ചക്ക് ഞാൻ കുളിച്ചാൽ നേരത്തെ ലേസം പുല്ലെടുക്കട്ടെ. ചെന്നപ്പോ വലിയൊരു സാധനം അബ്ബേ പച്ചോ കാട്ടാട്ടോ എന്റെ കജ്ജിന് കൊത്തണ്ടാണ്. ആ പോത്തുകൂടി നോക്കണോക്കെ ഇതൊന്ന് നോക്കട്ടോ. ഞാൻ അവിടെ ഇട്ടുകാണ്ട് പാഞ്ഞു. റിതുവിനെ വിളിച്ചു. റിതുണ്ട് ഇവിടെ ക്യാമറ ഓണാക്കടാറുകാട്. റിതുവാ വാടാ ഇജ്ജ് വരുവാ. ഓരോ പേടി റിതുവാ വാടാ. ഓ വരൂല. അത് റിതുട്ടാ ക്യാമറ പിടിച്ചിട്ടത്. നോക്കട്ടോ നമുക്ക് എവിടെയാണാവോ. എവിടെ പോയോ? ഞാൻ ക്യാമറക്ക് വാചപോതിന് പോയാവോ. അച്ഛനെ പച്ചോൻ കാത്ത ചെറുതാ. ചാക്കൊന്തിച്ചോക്കി പേടിയാടാ. നമുക്ക് നോക്കട്ടെ മക്കളെ. ഞാനേ കാക്കു വരുന്നുണ്ടോന്നുണ്ട്. എടാ റിതു റിതു ഇപ്പാനെ വിളിച്ചു. ഇപ്പാനെ അല്ലെങ്കിൽ അവിടുന്ന് താഴത്തുനിന്ന് ആരെങ്കിലും വിളിച്ചു. റിതുവോ ഇപ്പ വരുന്നുണ്ടാക്കണ് ബൈക്കുമ്മല്. ഹലോ മുത്തുമണികളെ, എന്താ വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? അപ്പൊ രാവിലെ ഒരു ചെറിയ വീഡിയോ എടുത്തു. പിന്നെ വീഡിയോ എടുക്കാനൊന്നും കൂടിയില്ല. മഞ്ചേരി പോയി ഡോക്ടറെയൊക്കെ കാണിച്ചു പോന്നു കേട്ടോ. അപ്പൊ ബ്ലഡ് കമ്മിയൊക്കെ ഉണ്ട് പറഞ്ഞു. ഇന്നലെ ആരോ ഒരു കമന്റ് ബോക്സിൽ പറയുന്ന കേട്ടോ ബ്ലഡ് കമ്മി ഉണ്ട്. അപ്പൊ അതും ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ക്ഷീണിച്ചിട്ട് പ്രഷർ ഇപ്പോഴും കുറഞ്ഞു പോകുന്നതാണ്. അപ്പൊ അതിന് മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോഴൊക്കെ കുടിച്ചാൻ പറഞ്ഞു ഡോക്ടർ കേട്ടോ. അപ്പൊ മടങ്ങി പോന്നപ്പോ ഈ ഒരു സാധനം വാങ്ങിയതാട്ടോ. കരയല്ലേ ഈ ഒരു സാധനം ഇല്ലായിട്ട് ഭയങ്കര ഇടങ്ങാറാ. റിതുവിനെ കൊണ്ടോ കാബുവിനെ കൊണ്ടോ ഷെയ്മോനെ കൊണ്ടൊക്കെയാണ് കുടിപ്പിച്ചത്. അപ്പൊ ഈ ഒരു വടി ഉണ്ട് എന്നല്ലാതെ ഈ സാധനം ഇല്ലായിരുന്നു. ഇത് വാങ്ങിയിട്ട് അതിന് 150 160 ആയിട്ട് ഈ ഒരു സാധനത്തിന്. മറ്റേത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. ആ വളഞ്ഞിരിക്കുന്ന ടൈപ്പ് എന്താണോ വേഗം പൊട്ടിപ്പോകും. അപ്പൊ അതിങ്ങനെ നേരാക്കുമായിരുന്നു ഒട്ടിച്ച് കണ്ടിട്ടോ. പിന്നെന്താ വിശേഷങ്ങള്? പൊന്നാര മക്കളെ പഠിച്ചോന്റെ കാവലുണ്ട് പറയണത് നേരെ തന്നെയാണ് അല്ലേ? അല്ലെങ്കിൽ കുറച്ച് പേച്ചിരുന്ന് ആ പാമ്പ് കടിച്ച് പാമ്പിന്റെ ഒന്നും വീഡിയോസിൽ ഇട്ടിട്ടില്ല കേട്ടോ. അതിനൊന്നും മോണിറ്റേഷൻ കിട്ടൂല. അപ്പൊ അതിലുണ്ടായിരുന്നു ചെറിയൊരു ജന്തു. ചെറുതൊന്നല്ല കേട്ടോ, കറുത്തിട്ട് ഇങ്ങനെ വര സ്വർണ്ണ വര ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ. പിന്നെ ഞാൻ എടുത്തുകാണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പുല്ലെടുത്തുകാണ്ട് പൊന്തിച്ചുമ്പോഴേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തല കണ്ടണം അവിടെ ഇട്ടുകാണ്ട് പാഞ്ഞതാട്ടോ. അവർ ഇത് ഇവിടെ ക്യാമറ ഓട്ടരടാ റേഡ് വണ്ടിയപ്പോ അതിന് പാമ്പ് ആ സൈഡിക്ക് അരിഞ്ഞു പോയിട്ടോ. അപ്പൊ ചെറിയ സാധനമൊന്നല്ല, വലിയ സാധനം വലുപ്പല്ലാന്നുള്ളൂ. അടച്ചവന്റെ കാവലുണ്ട്. അല്ലെങ്കിൽ കജിന് കൊത്തിക്കണി എന്തിനു നന്ന്. ഇന്നലെ കാക്കു പുല്ല് അവിടെ കൊടുന്ന് വെച്ചാട്ടോ. നമ്മളെ പിന്നും എപ്പോഴും പോകും അങ്ങോട്ട്. എന്തിനൊന്നോ കൊത്തുകുട്ടിനെ അവിടെ ആ തൊടുവില് കെട്ടണോണ്ടേ അവിടുന്ന് പുല്ലിട്ട് കൊടുക്കാൻ ഒരു പോകും. അപ്പൊ എപ്പോഴും കണ്ടപ്പോ കാക്കുവിനോടൊക്കെ പറയുമ്പോ ബേജാറായിരിക്കും. ഞാനും ആ ഭാഗത്തേക്ക് പോകണ്ടായിരുന്നു. കണ്ട് ഒന്നാമത് അവിടെ നമ്മൾ ആ മീനിന്റെ വെള്ളമൊക്കെ കഴുകിക്കാണ്ട് പോരും. ഇറച്ചി വെള്ളം മീൻ വെള്ളമൊക്കെ പരുമല്ലോ. അപ്പൊ അതിന്റെ ചൂരുണ്ട്. പിന്നെ അവിടെ ഒരു ആൾതാമസമൊന്നും ഇല്ലല്ലോ, ഒരു കാട് പിടിച്ച സ്ഥലമില്ല. പിന്നെ ആ മതില് തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പത്തോലെ മതിലാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും സാധനം. പിന്നെ എന്താന്ന് ഭയങ്കര പേടിയാണ്. നമ്മൾ ഈ ചോറുന്ന റൂമുണ്ടല്ലോ ടേബിള്, അപ്പൊ അതിന് ജനവാതില് നേർക്കില്ല. അപ്പൊ എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കലുണ്ട് ഇങ്ങനൊരു സാധനത്തിന്. ഇതുവരെ കണ്ടിട്ടില്ല. പടച്ചോന്റെ കാവല് കാരണം നല്ല കാവൽ തന്നെയാണ്. എന്താ വെച്ചാൽ കുഞ്ഞു കുട്ടികളില്ലല്ലോ, ഓരോ ഡ്രസ്സൊക്കെ വാരി വലിച്ചിടണാണ്. അതിലൊക്കെ പോയി കാട് കൂടിക്കഴിഞ്ഞാല് പിന്നെന്താന്നോ ടൈൽസ് ഇട്ട ആകാണെങ്കിൽ പാമ്പുകൾക്ക് എഴയാൻ കഴിയില്ല. ഇത് നല്ല സുഖമാണ് എഴഞ്ഞു പോകാൻ. അപ്പൊ അത്ര പോകുന്നൊരു സാധനമായിരുന്നു. അതിനെ പിന്നെ കാക്കുപോലൊക്കെ വന്നുകാണ്ടേ ആട്ടി ഓടിച്ചു കൂസാക്കിട്ടോ. പിന്നെ അത് നമ്മള് വീഡിയോസ് എടുക്കാൻ പറ്റൂല, മോണിറ്റേഷൻ കിട്ടാൻ സാധ്യത കമ്മിയായിരിക്കും. അപ്പൊ ഇപ്പൊ പഠിച്ചവന്റെ കാവലുണ്ട്. മരിച്ചു പറഞ്ഞ ജീവിച്ചു പറഞ്ഞ മാതിരി അത് കൊത്തൊന്ന് കിട്ടേണ്ട തന്നെയാണ്. പഠിച്ച നല്ല റബ്ബിന്റെ കാവല് നിങ്ങളെക്കാൾ ഉണ്ട് എന്നറിയാം. അതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും കൊടുക്കും. മിച്ചറിന് തല്ലൂടാണ്. ഇവിടെ യൂണിഫോമാണ് കേട്ടോ, യൂണിഫോമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഓരോ വീഡിയോസ് എടുക്കണില്ല. പിന്നെ ഇന്നലെ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണ്ട് കേട്ടോ. പിന്നെ ഓല് പൈസ തന്നിട്ടുണ്ട്, അതൊക്കെ കൊണ്ടുപോയി അടച്ചിട്ട് ആധാരം എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഗ്രിമെന്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിനൊന്നും വേണ്ട.
ആ പൈസ എടുത്തുകാണ്ട് നിങ്ങളെ കൊണ്ടേ അടച്ചിട്ട് ആധാരം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റേസറും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണ്ട കേട്ടോ. പിന്നെ നല്ല കമന്റ് ബോക്സിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ, കൂടി ഉത്തരം പറയാൻ വെച്ചത് നോക്കാനും കൂടി ഒഴിവില്ല കേട്ടോ. ഇന്നിപ്പോ ഞാൻ ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്നുകാണ്ടേ അപ്പൊ എന്തെങ്കിലും വീഡിയോസ് ചെയ്യേണ്ടത്, അടുക്കള ഭരണങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇന്നിപ്പോ തക്കാളി താളിച്ചും ചോറും മീനൊക്കെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ കാട്ടിക്കൂട്ടി കണ്ടോണ്ട് ഓടിയതാട്ടോ. പിന്നെ അതെന്താ ചോദിച്ചാൽ ഞങ്ങള് ഒരാള് ചോദിച്ചു, അവിടെ ഉമ്മപ്പി ഒറ്റക്കല്ലേ അവിടെ നിന്നൂടെ? എന്റെ വീട് പറഞ്ഞാൽ അവിടെ ഇത്താത്താന്റെ വീടാണെന്ന് ഞാൻ പറഞ്ഞത്. ആ ഇത്താത്താക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാപ്പയുടെ കാലത്ത് ഓൾക്കും വേണ്ടിക്കാണ്ട് ചെയ്തു വെച്ചതാണ് ആ വീട് കേട്ടോ. ഒന്നാമത് അവൾക്ക് എന്താ പറയാ, അവൾക്ക് സുഖമില്ലാത്ത ആളല്ലേ, അവൾക്കൊരു അധീനം വേണ്ടിയായിരുന്നു കണ്ടി. പിന്നെ ഇപ്പൊ അതിൽ മാത്രം പൈസയും കാര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഓൾക്ക് വാപ്പ അങ്ങനെ എഴുതി വെച്ചതായിരുന്നു. ഓളെ കുറച്ച് സ്വർണം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് എന്നെ കല്യാണം കഴിച്ചതായിരുന്നു. കല്യാണം കഴിച്ചതായിരുന്നു, കെട്ടിച്ചു വിടുമല്ലോ. അപ്പൊ ആ ഒരു ബാധ്യതയും കാര്യങ്ങളും കൊണ്ട് ഓൾക്ക് അങ്ങനെ എഴുതി കൊടുത്തായിരുന്നു കേട്ടോ. എന്നാലും ഇല്ല പോലെ ഷെയർ ലേസിച്ചൊക്കെ തന്നതിന് മാത്രമൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ കാലത്ത് 1 ലക്ഷം ഒക്കെ ഉള്ളായിരുന്നു കേട്ടോ. അതൊക്കെ പറഞ്ഞ പോലെ തന്നെ കടലില് കായം കലക്കി പറഞ്ഞ മാതിരി അങ്ങനെ പോയി. ആ ബാങ്കിക്ക് പോയത് തന്നെയാണ് മക്കളെ. പിന്നെ അതേപോലെ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവൂലേ, ഇവിടെ ഇപ്പൊ എവിടെയാ നിൽക്കുക? മൂത്തച്ഛന്മാരോടൊക്കെ അതൊക്കെ ഒരു പരിധിയില്ലേ. ഞാൻ വന്ന് കയറിയത് തന്നെ മുത്തച്ഛൻ്റെ കൊടുക്കാട്ടോ. തറവാടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മുത്തച്ഛന്മാരോടെ നിന്നിരുന്നു ഒക്കെ ഇത്രയും വർഷം. പിന്നെ നമ്മളെ ഷെയ്മോള് ചെറിയ കുട്ടിയായപ്പോഴാണ് കുറെ വലിയ മുത്തച്ഛൻ്റെ കൊടുക്കാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതേപോലെ പിന്നെ മറ്റേ മുത്തച്ഛൻ്റെ കൂടെ നിന്നു. ഒരു 4 ആൺകുട്ടികളാണ്. പിന്നെ താഴെയുള്ള മുത്തച്ഛൻ്റെ കൂടെ 1 വർഷത്തിന്റെ അടുത്ത് നിന്നിട്ട് അവിടെ കാണലില്ലല്ലോ നിങ്ങൾ ചെറിയ തരം. പിന്നെ എവിടെ നിന്നാലും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പെണ്ണുങ്ങളാണല്ലേ, കുട്ടികളെയും കൊണ്ട് നിന്നാ എന്തായിരിക്കും സ്ഥിതി എന്നറിയാം. എവിടെ പോയാലും അവർ പറയണ്ട അവിടെ പോയി ഇവിടെ എവിടെ പോയി നിൽക്കാൻ പറ്റൂല. നമ്മളെ സ്വന്തം തടിയാണ് നമുക്ക് പോയി നിൽക്കാം. അല്ലെങ്കിൽ എല്ലാവർക്കും ദേഷ്യം വെറുപ്പമായിരിക്കും അല്ലേ. പിന്നെ കുട്ടികളെ കുറിച്ച് തല്ലലൊക്കെ തുടങ്ങും. ഓലെ കുട്ടികളെ കുറിച്ച് തല്ലല തുടങ്ങും. അതൊക്കെ നാട്ടു നടപ്പാണ്. ഇല്ല പറയാണെന്നുള്ളൂ. ഞാന് ഈ മുത്തച്ഛന്മാരോടായാലൊക്കെ ഒരുപാട് വർഷങ്ങൾ നിന്നിട്ടുണ്ട് ഞാന്. പിന്നെ ഞാൻ പറഞ്ഞിക്കാണ് കാക്കൂനോട് ഇനി നിൽക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ വാടകയ്ക്ക് പോയത് കേട്ടോ. വാടകയ്ക്ക് ഒരു 8 വർഷം നിന്നു ഞങ്ങള്. പിന്നെ വാടക കൊടുക്കാൻ കഴിയായിട്ട് പിന്നെ ഇവിടെ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിക്കാണ്ട് ഹൗസ് ലോൺ എടുത്തുകാണ്ട് തന്നെയാണ് നമ്മൾ വീട് കയറ്റിയത്. കറക്റ്റിൽ അടച്ചു പോയി. പിന്നെ 2-3-4 വർഷം അടച്ചു പോയി. പിന്നെ അടക്കാൻ കഴിഞ്ഞില്ല, കൊറോണ കാലം. പിന്നെ നമ്മളെ അച്ചുവിന്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസുകൾ കേട്ടോ. അപ്പൊ അവിടെ പോയി നിൽക്കാൻ പറ്റും. പിന്നെ താഴത്തെ ഒരു ചെറിയ വീടുണ്ട് പറഞ്ഞില്ല, അത് മറ്റേ ഹോളോബിക്സ് കൊണ്ട് കെട്ടിയ ഒരു ചെറിയ വീടാട്ടോ. ഉമ്മയിപ്പി അവിടെ തൽക്കാലത്തിന് ഒരു റൂമുള്ളൂ, ഒറ്റ റൂം. അവിടെ അതിൻ്റെ ഉള്ളിലൊന്നും നിൽക്കാൻ കഴിയില്ല നമുക്ക്. എന്താ കുട്ടികളെയൊക്കെ കൊണ്ട് ഒറ്റ റൂമുള്ളൂ. അവിടെ ഉമ്മയിപ്പി ഉണ്ടാവും എപ്പോഴും. അങ്ങനെ നിൽക്കലാണ്. പിന്നെ മുത്തച്ഛന്മാരോ നാത്തുമാരോ അവരൊക്കെ വരും. അപ്പൊ എവിടെയും പോയിക്കാന് ഒരു അധീനം ഉണ്ടാവില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട് അൽഹംദുലില്ലാ അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊക്കെ നാത്തുമാരോടെ മുത്തച്ഛിയാളോടെ മുത്തച്ഛന്മാരോടെ ഒക്കെ കുറച്ച് ദിവസം പോയി നോക്കിയേ. 3-4 കുട്ടികളെയും കൊണ്ട് എന്തായിരിക്കും അത്? കുറ്റം കുറവായിട്ട് പറയല്ല, അതൊരു സ്വാഭാവിക നാട്ടു നടപ്പാണ്. നമ്മളെ കുട്ടികളെയും കൊണ്ട് ഓരോടെയൊക്കെ പോയി നിന്നാല് അതെല്ലാം കൊണ്ട് കുറ്റാറ്. നമ്മളെ സ്വന്തം തടിയാണെങ്കിൽ ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. അത് നമ്മളെ ചെമ്പും ചേർക്കും മോറിക്കൊടുക്കലും പാത്രം മോറിക്കൊടുക്കലും ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഒരു നേരത്തെ ഭക്ഷണം ലേസിച്ച തിന്നാനല്ല. മക്കളെയും കൊണ്ട് ചെല്ലുമ്പോൾ അതെല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. ഇനിയിപ്പോ ഈ ഉദാഹരണത്തിന് എൻ്റെ ഏടത്തിൻ്റെ അടുത്ത് പോയി നിന്നാൽ തന്നെ ഒരു ഗതികേട് തന്നെയാണ്, ഒരു ബാധ്യത തന്നെയാണ്, ബുദ്ധിമുട്ട്. ഓള് 2 കുട്ടികളും കഴിയണാണ്. അതൊരു പൊളിഞ്ഞാടാനായ ഒരു വീടാണ്. അതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയണാണ്. അപ്പോൾ ഒരാളെയും ശല്യപ്പെടുത്തരുത്. ഞാൻ ആദ്യമേ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ എൻ്റെ വീട്ടിലും ഞാൻ കുറേ കാലം നിന്നാണ്. വീടും കാര്യങ്ങളൊന്നും വെച്ചില്ലായിട്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി നല്ല സ്ഥിതി നിങ്ങൾക്ക് അറിയില്ലേ. നാത്തുമാരൊക്കെ ഉണ്ട്. ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം കാര്യങ്ങളോ അത് വലിയവർക്ക് അതൊരു ബുദ്ധിമുട്ടും ബാധ്യതയാവും. അങ്ങനെ തന്നെയാണ് വാടകയ്ക്ക് പോയത്. ഇനി വാടകയ്ക്ക് പോകും, വാടകയ്ക്ക് തന്നെ പോകും. അല്ലാതെ എന്താ ചെയ്യാ? അവിടെ ഇവിടെ ഒന്നും പോയി നിൽക്കല് നടക്കൂല. അപ്പൊ അവിടെ പോയി നിൽക്കലൊന്നും നടക്കൂല. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മള് വാടകയ്ക്ക് പോകാന്ന് കരുതുന്നത്. ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടി ദുആ ചെയ്യോണ്ടി, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തോണ്ടി. നിങ്ങളെ ഞാൻ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണ്ട് കേട്ടോ. അപ്പൊ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഹോസ്പിറ്റൽ കേസായിട്ട് ഞാൻ പറഞ്ഞില്ല, ഭയങ്കര തലയും മേനൊക്കെ പ്രഷർ നല്ലോണം കുറയാം. അതൊരു രോഗം തന്നെയാണ്. എന്തായിരിക്കും
അപ്പൊ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പൊ ഡീറ്റെയിൽസുകൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ലേറ്റൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിങ്ങൾ നിന്നോളില്ല. പിന്നെ ഫാമിലി ഇഷ്യൂസ് അതൊരുപാടുണ്ട് കേട്ടോ. അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതോ എന്താ പറയാ പബ്ലിക് പ്ലാറ്റ്ഫോം അവിടെ വന്നുകൊണ്ട് പറയാൻ പറ്റില്ല, മോശമല്ലേ? നിങ്ങളൊക്കെ ഫാമിലി ആയിട്ട് കഴിയണല്ലേ. അത് ഫാമിലി ഇഷ്യൂസ് ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടോ? അപ്പൊ അതൊക്കെ ഒരു ചെറിയ ചെറിയ ബുദ്ധിമുട്ടും പരിപാടികളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പൊ നമ്മള് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യലില്ല. അപ്പൊ സത്യമായിട്ട് നമ്മൾ പറയും, നമുക്ക് ഇവർക്ക് വീടും കാര്യങ്ങളൊന്നും ഇല്ല. മുത്തച്ഛന്മാരോടൊക്കെയാണ് ഞാൻ നിന്നിരുന്നത് കെട്ടിക്കൊടുന്നിട്ടും ഒക്കെ. പിന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വാടകയ്ക്ക് നിന്നിപ്പോ ഇതേപോലെ ഒരു വീട് പറഞ്ഞ സ്വപ്നം ഉണ്ടാക്കിയതായിരുന്നു, അതും പോയി. ഇനിയും തുടങ്ങാം, നമുക്ക് ആദ്യമൊന്നും തുടങ്ങാല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.